പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ, ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഇൻപുട്ട് എന്താ, ഇൻപുട്ട് ഈക്വൽ ടു ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആയിരിക്കും ഇൻപുട്ട്. എക്സാമ്പിൾ 2 3 പ്ലസ്, ഇതാണ് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, ഇതാണ് ഇൻപുട്ട്. ഈ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് എന്താ പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ സ്റ്റാക്ക് എന്തായിരിക്കും, എം ടി സ്റ്റാക്ക് ആയിരിക്കും അല്ലേ. സ്റ്റാക്ക് എം ടി, ഫസ്റ്റ് സ്റ്റാക്ക് എം ടി ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എന്താ, ഫസ്റ്റ് വരുന്നത് എന്താ, പോസ്റ്റ് ഫിക്സിൽ ഫസ്റ്റ് വരുന്നത് 2 ഓപ്പറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോസസ് 2 എന്ന് വെച്ചാൽ പുഷ് 2 ടു സ്റ്റാക്ക്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം, 2നെ പുഷ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ, രണ്ടാമത് വരുന്നത് ഏതാ, 3. അപ്പോൾ എന്താ പ്രോസസ് 3 എന്ത് ചെയ്യണം, പുഷ് 3 ടു സ്റ്റാക്ക്. അപ്പോൾ എന്താ 2 3. നെക്സ്റ്റ് വരുന്ന സിമ്പൽ ഏതാ, പ്ലസ് ഓപ്പറേറ്റർ, പ്ലസ് ഓപ്പറേറ്ററാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഒരു ഓപ്പറേറ്റർ വന്നാൽ എന്താ ചെയ്യേണ്ടത്, സ്റ്റാക്കിലെ ഓപ്പറൻസിനെ പോപ്പ് ചെയ്തിട്ട് ഈ ഓപ്പറേറ്റർ അതിലേക്ക് അപ്ലൈ ചെയ്യണം. അതായത് എന്ത് ചെയ്യണം, പോപ്പ് 2 and 3 and calculate 2 plus 3 equal to 5. നമുക്ക് 5 എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. സ്റ്റാക്ക്, അപ്പോൾ സ്റ്റാക്കിലൊന്നുമില്ലല്ലോ, 2 3 പോപ്പ് ചെയ്തു, കിട്ടിയ റിസൾട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനി എന്താ, ഇൻപുട്ടിൽ ഇനി സിമ്പിൾസ് ഒന്നും ബാക്കിയില്ല, എൻഡ് ഓഫ് ദി എക്സ്പ്രഷനായി. അപ്പോൾ എന്താ നമുക്ക് റിസൾട്ട് എന്താ, 5. മനസ്സിലായോ, പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് 5. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2, ഇൻപുട്ട് ഈക്വൽ ടു 5 2 star 4 പ്ലസ്, ഇതാണ് നമ്മളെ പോസ്റ്റ് ഫിക്സ് ഇൻപുട്ട്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ, ഫസ്റ്റ് വരുന്നത് ഏതാ, 5 അല്ലേ. അപ്പോൾ എന്താ പുഷ് 5 ടു സ്റ്റാക്ക്, 5നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. രണ്ടാമത് എന്നാ വരുന്നത് 2, പുഷ് 2 ടു സ്റ്റാക്ക്, 2നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന സിമ്പൽ ഏതാ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റർ വന്നാൽ എന്ത് ചെയ്യണം, സ്റ്റാക്കിലെ ഓപ്പറൻസിനെ പോപ്പ് ചെയ്യണം. അപ്പോൾ എന്താ പോപ്പ് 2 and 5, എന്നിട്ട് എന്താ ഈ ഓപ്പറേറ്റർ ഈ ഓപ്പറൻസിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക, കാൽക്കുലേറ്റ് 2 into 5 equal to 10. നമ്മൾ എന്താ ഈ 10നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. പുഷ് 10 ടു സ്റ്റാക്ക്, സ്റ്റാക്കിലേക്ക് 10നെ പുഷ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, അടുത്തത് ഏതാ സിമ്പൽ വരുന്നത്, 4 എന്ന് പറഞ്ഞ ഓപ്പറൻ്റ് ആണ്. അപ്പോൾ എന്താ പുഷ് 4 ടു സ്റ്റാക്ക്, സ്റ്റാക്കിലേക്ക് 4നെ പുഷ് ചെയ്തു. സ്റ്റാക്കിൽ ഓൾറെഡി 10 ഉണ്ട്, അതിന് മുകളിലേക്ക് 4നെ പുഷ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഏതാ, പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ്. അപ്പോൾ
അപ്പോൾ എന്ത് ചെയ്യണം? പ്രോസസ് പ്ലസ് എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്ക് സിമ്പിൾസിനെ പോപ്പ് ചെയ്യുക, എന്നിട്ട് പ്ലസ് ഓപ്പറേറ്റർ അതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത്? പോപ്പ് 4 and 10, then calculate 4 + 10 = 14 വന്നു. എന്നിട്ട് എന്താ? ആ 14 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഇനി എന്താ? ഇൻപുട്ടിൽ എന്താ? എൻഡ് ഓഫ് ദി ഇൻപുട്ട് ആയില്ലേ? ഇനി ഒന്നും സിമ്പിൾസ് ഒന്നും ബാക്കിയില്ലല്ലോ. നമ്മളെ റിസൾട്ട് എന്താ കിട്ടിയത്? 14. റിസൾട്ട് = 14.